മുഖത്ത് വീഴുന്ന ബ്ലാക്ക് ഡോട്ടിനെ ഓർത്ത് കൺസേൺ ആകുന്ന കുറെ ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ ചില ബ്ലാക്ക് ഡോട്ടുകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഡോട്ട് വീണാൽ അത് ശ്രദ്ധിക്കപ്പെടും. അത് മായ്ച്ചു കളഞ്ഞില്ലെങ്കിൽ അതൊരു പാടായി അവിടെ നിലനിൽക്കും. ബ്ലാക്ക് ഡോട്ടുകൾ വീണ്ടും വീണ്ടും വീഴാൻ അനുവദിച്ചാൽ പതുക്കെ വൈറ്റ് പേപ്പർ ബ്ലാക്കായി മാറും. ആദ്യം വീണ ബ്ലാക്ക് ഡോട്ടുകൾ മായ്ച്ചു കളയാൻ ശ്രദ്ധിക്കുകയും വീണ്ടും ബ്ലാക്ക് ഡോട്ടുകൾ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്താൽ വൈറ്റ് പേപ്പറിനെ വൈറ്റായി നിലനിർത്താൻ നമുക്ക് സാധിക്കും. നാം ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ബ്ലാക്ക് ഡോട്ടുകൾ വീഴുമെന്നും പാപമോചനം തേടി പശ്ചാത്തപിച്ചു മടങ്ങിയാൽ അവ മായ്ക്കപ്പെടുമെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. തെറ്റുകൾ തുടരുകയും അധികമാവുകയും ചെയ്താൽ ഹൃദയം പതുക്കെ കറുത്തിരുണ്ടു പോകുമെന്നുമെല്ലാം അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. തിന്മകളിൽ മുഴുകുന്നത് മൂലം ഹൃദയത്തിന് കറ പിടിച്ചു പോകുന്നവരെ കുറിച്ച് വിശുദ്ധ ഖുർആനും പഠിപ്പിക്കുന്നുണ്ട്. കറ പിടിച്ചതിലേക്ക് സന്മാർഗ വെളിച്ചം എങ്ങനെ കയറാനാണ്? ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകൾ മൂലം ഹൃദയത്തിൽ വീഴുന്ന ബ്ലാക്ക് ഡോട്ടുകളെ മായ്ച്ചു കളയാനുള്ള മാർഗമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് തൗബ ചെയ്യലാണ്, അഥവാ പശ്ചാത്തപിച്ച് മടങ്ങലാണ്. തെറ്റ് ബോധ്യപ്പെട്ടാൽ അതിൽ നിന്ന് പിന്തിരിയലും ചെയ്തു പോയതിനെ ഓർത്തുള്ള ദുഃഖവും അതിലേക്ക് തിരിച്ചു പോകില്ലെന്ന ദൃഢനിശ്ചയവും മറ്റുള്ളവരെ കൂടി ബാധിച്ച തെറ്റാണെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യലുമെല്ലാം പശ്ചാത്താപത്തിന്റെ ഘടകങ്ങളാണ്. നിഷ്കളങ്കമായി ആത്മാർത്ഥമായി തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാൻ അഥവാ തൗബ ചെയ്യാൻ വിശ്വാസികളോട് അല്ലാഹു തആല കൽപ്പിക്കുന്നുണ്ട്. ആത്മാർത്ഥതയുള്ള പശ്ചാത്താപം അഥവാ തൗബത്തുൻ നസൂഹ് എന്ന ഖുർആൻ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അതിന് നൽകിയ മറുപടിയുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹും മറ്റു സ്വഹാബികളും പിൻഗാമികളുമെല്ലാം നൽകിയ അർത്ഥമാണത്. തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങലും തെറ്റ് ആവർത്തിക്കാതിരിക്കലുമാണ് ആത്മാർത്ഥതയുള്ള പശ്ചാത്താപം.